जय राधा माधव जय कुंज बिहारी 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 जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी 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 जय यशोदनंदन व्रज जगरंजना नंदन व्रज जगरंजना यशोदनंदन व्रज जनरंजना यशोदनंदन व्रज जनरंजना यमुना तीरा वनचारी तीरा यमुना तीरा वनचारी तीरा राधा माधव जय कुंज बिहारी जय राधा जय कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 जय जय श्रील प्रभुपाद जय जय प्रभुपाद जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव जय जय गुरुदेव जय गुरुदेव जय जय गुरुदेव ओम नमो भगवते वासुदेवाय
ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवतीरुत्तमश्लोके भक्तिर्भवति नैष्ठुके। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं श्रीचैतन्यमीश्वरं श्रीपरमानन्दमाधवम्। ഭഗവത്ഗീത അധ്യായം 14 ശ്ലോകം 7. രജോരാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസമുദ്ഭവം തന്നിബന്ധാന്തി കൗന്ദേയ കർമ്മസംഘേന ദേഹിനം. രജോരാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസമുദ്ഭവം തന്നിബന്ധാന്തി കൗന്ദേയ കർമ്മസംഘേന ദേഹിനം. രജോരാഗാത്മകം വിദ്ധി കൃഷ്ണസംഗസമുദ്ഭവം തന്നിബന്ധാതി കൗന്ദേയ കർമ്മസംഘേന ദേഹിനം. രജോരാഗാത്മകം വിദ്ധി കൃഷ്ണസംഗസമുദ്ഭവം തന്നിബന്ധാതി കൗന്ദേയ കർമ്മസംഘേന ദേഹിനം. ബലോദിഷ്ട കർമ്മങ്ങളിൽ കുടുക്കിയിടുന്നു. ഭാവാർത്ഥം: സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിലുള്ള ആസക്തിയാണ് രജോ ഗുണത്തിന്റെ മുഖ്യ സ്വഭാവം. സ്ത്രീക്ക് പുരുഷനിലും പുരുഷന് സ്ത്രീയിലും ആകർഷണമുണ്ട്. ഇതിനെ രജോ ഗുണമെന്ന് പറയുന്നു. ഈ രജോ ഗുണം വളരുമ്പോൾ ഭൗതിക സുഖങ്ങളിലുള്ള താല്പര്യവും വർദ്ധിക്കും. ഇന്ദ്രിയ സുഖാസ്വാദനങ്ങളിൽ മതി വരാതെയാകും. രജോ ഗുണ സ്വഭാവിയുടെ ആസക്തി ഇന്ദ്രിയ സുഖാനുഭവങ്ങളിലാണ്. അവ നേടണമെങ്കിൽ അയാൾക്ക് രാഷ്ട്രീയത്തിലോ സമൂഹത്തിലോ ഉയർന്ന പദവി ലഭിക്കണം. സന്തുഷ്ടമായ കുടുംബജീവിതം വേണം. നല്ല വീടും നല്ലവരായ മക്കളും ഭാര്യയും ഉണ്ടാവണം. ഇവയെല്ലാം രജോ ഗുണത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. ഇവയ്ക്ക് വേണ്ടി പരക്കം പായുന്നിടത്തോളം കാലം അവർക്ക് കഠിന പ്രയത്നം ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ടാണ് അയാൾ തന്റെ കർമ്മഫലങ്ങളിൽ ആസക്തനാകുകയും അങ്ങനെ അത്തരം കർമ്മങ്ങളാൽ ബന്ധിതനായി തീരുകയും ചെയ്യുന്നത് എന്ന് ഇവിടെ ഊന്നിപ്പറയുന്നത്. ഭാര്യ മക്കളെയും സമൂഹത്തെ സന്തോഷിപ്പിക്കാനും തന്റെ അന്തസ്സ് നിലനിർത്താനും വേണ്ടി അയാൾക്ക് നിരന്തര പ്രയത്നം തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഭൗതിക ലോകം മുഴുവൻ പ്രായേണ രജോ ഗുണ ബാധിതരെന്ന് വേണം പറയാൻ. ആധുനിക സംസ്കാരം രജോ ഗുണത്തിന്റെ നിലവാരത്തിൽ പുരോഗമിച്ചതായി കരുതപ്പെടുന്നു. മുൻകാലങ്ങളിൽ പുരോഗമനാവസ്ഥ സത്വഗുണത്തിൽ അധിഷ്ഠിതമാണെന്ന് കരുതി പോകുന്നു. സത്വഗുണത്തിലുള്ളവർക്ക് പോലും മുക്തി സിദ്ധിക്കുന്നില്ലെങ്കിൽ രജോ ഗുണത്തിൽ കുടുങ്ങിപ്പോയവരുടെ നിലയെപ്പറ്റി എന്ത് പറയാനാണ്? ഓമജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണകൃഷ്ണായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി വാഞ്ചാകൽപതരൂപശ്യ കൃപാസിന്ധുഭ്യേവ ച പതീതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നന്ദകോടി വൈഷ്ണവ വൃന്ദ കീ ജയ. ശ്രീല പ്രഭുപാദ കീ ജയ. ഗുരുദേവ്. ഹരേ കൃഷ്ണ.
ഇവിടെ പുതുതായിട്ട് വന്ന എല്ലാ ഭക്തർക്കും സ്വാഗതം. അഞ്ചാമല പ്രഭു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്നു. പ്രഭുവിന് സ്വാഗതം. ഭഗവത്ഗീതയിലെ 14-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. 14-ാം അധ്യായത്തിന് 7-ാം ശ്ലോകം. ഇവിടെ രജോ ഗുണത്തെ കുറിച്ച് ആണ് പറയുന്നത് ഭഗവാൻ. നമ്മൾ ഭഗവത്ഗീത പഠിതാക്കളാണ്, നമ്മൾ പഠിച്ചു വന്നിരുന്നു. 3 ഗുണങ്ങൾ ഈ ഭൗതിക ലോകത്തിലുണ്ട് എന്ന് നമ്മൾക്കറിയാം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. 3 ഗുണങ്ങളും നമ്മുടെ ഈ ഭൗതിക ലോകത്തില് ബന്ധനത്തിൽ പെടുത്തിയിരിക്കുകയാണ്. പുതുതായിട്ട് ഭഗവത്ഗീത ക്ലാസ്സിൽ വരുന്നവർക്ക് ചിലപ്പം ഈ ഗുണങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പം അതൊരു പുതിയ അറിവുകൾ പോലെ ആയിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ അടിസ്ഥാനപരമായിട്ട് ഇന്ന് ഈ ക്ലാസ് പറയുകയാണ്, എങ്കിലേ അവർക്കും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഗുണം എന്ന വാക്കിന് കയറെന്നൊരു അർത്ഥമുണ്ട്. നമ്മളിപ്പോ ഒരു നായക്ക് എല്ലായിടത്തും സഞ്ചരിക്കണമെന്നും പല കാര്യങ്ങൾ ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നായയെ നമ്മൾ വീട്ടില് കെട്ടിയിട്ടിരിക്കുകയാണ്. കെട്ടിയിടുമ്പം അതിന് സഞ്ചാര സ്വാതന്ത്ര്യം കുറയും. നമ്മൾ ഏത് കയറ് വെച്ച് അതിനെ കെട്ടിയിടുന്നു, ഏത് കയറായാലും അതിന് സഞ്ചാര സ്വാതന്ത്ര്യം കുറയും. നമ്മൾ ഓടിന്റെ കയറ് വെച്ച് കെട്ടുന്നു, ചിലപ്പോൾ വെള്ളിയുടെ കയറ് വെച്ച് നമ്മൾ കെട്ടുന്നു, ചിലപ്പോൾ സ്വർണത്തിന്റെ കയറ് വെച്ച് കെട്ടുന്നു. 3 കയറാണെങ്കിലും അത് നമ്മളെ ബന്ധനത്തിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതേപോലെ ഈ ഭൗതിക ലോകത്തില് നമുക്കെല്ലാം അറിയാം, നമ്മൾ ഈ ശരീരം ഉണ്ട്. നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ ഒരു ശരീരമുണ്ട്, യൗവനം പ്രായത്തിൽ ഒരു ശരീരമുണ്ട്, വാർദ്ധക്യത്തിൽ ഒരു ശരീരമുണ്ട്. ആ ശരീരത്തിലൂടെ ഞാനെന്ന വ്യക്തി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. ഒരു വലിയൊരു ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ ഒരു 10 ബോഗി ഉണ്ടെന്ന് വിചാരിക്കാം. ഏറ്റവും പുറകിലത്തെ ബോഗിയിൽ നിന്ന് നമ്മൾ എഞ്ചിനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറകിലത്തെ ബോഗിയിൽ നിന്ന് നമ്മൾ എഞ്ചിനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുറകിലത്തെ ബോഗിയെ നമുക്ക് വേണമെങ്കിൽ ജനനമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ബോഗി വരുമ്പം യൗവനകാലം, അടുത്ത ബോഗി വരുമ്പം മധ്യവയസ്സ്, അതിന്റെ അടുത്ത ബോഗി വരുമ്പം വാർദ്ധക്യം, എഞ്ചിൻ എന്ന് പറഞ്ഞാൽ മരണം. അങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ കാണാം. ഈ ഒരു വ്യക്തി ഈ ഓരോരോ ബോഗികൾ മാറി 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 എഞ്ചിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെയാണ് നമ്മൾ ഈ ശരീരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ജനിച്ചപ്പോൾ ഉള്ള ശരീരം തന്നെയാണ് എനിക്ക്. പക്ഷെ നിരന്തരം ഒരു മെഡിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ നിരന്തരം ഈ ശരീരം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ കയറി വന്നപ്പോൾ ഉള്ള ശരീരമല്ല നമ്മൾ തിരിച്ച് പോകുമ്പോൾ ഉള്ള ശരീരം. ഒരുപാട് ചുവന്ന രക്തകോശാണുക്കൾ മരിക്കുന്നുണ്ട്, പുതിയത് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ നിരന്തരം നമ്മുടെ ശരീരത്തിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനെന്ന വ്യക്തിത്വം ആ കുഞ്ഞായിരിക്കുമ്പോൾ ഉണ്ട വ്യക്തിത്വം തന്നെയാണ് യൗവനകാലത്തിലും വാർദ്ധക്യത്തിലും മരണത്തിലും ഉള്ളത്. അപ്പം ഒരു ട്രെയിനിന്റെ ഏറ്റവും ബാക്കിലെ ബോഗിയിൽ നിന്ന് എഞ്ചിനിലേക്ക് ഒരാൾ നടന്നു വരുമ്പം ഓരോരോ ബോഗികൾ മാറി മാറിയാണ് അയാൾ കടന്ന് എഞ്ചിനിലേക്ക് എത്തിച്ചേരുന്നത്. അതേപോലെ ആത്മാവ് ഈ ജീവിതം എന്ന് പറഞ്ഞാല് ഓരോരോ ശരീരങ്ങൾ കടന്നാ വരും. നമ്മൾ വിചാരിക്കും മരണത്തിലാണ് ശരീരം നശിക്കുന്നത്, പക്ഷെ അല്ല, ഓരോ മിനിറ്റിലും ശരീരം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ശരീരം ചേഞ്ച് ചെയ്താലും ആ വ്യക്തി അതേപോലെ ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇന്ന് ഈ ഗോപി ശ്രദ്ധിച്ചു, എല്ലാരും ശ്രദ്ധിച്ചു, അതിഥി ശ്രദ്ധിക്കും. നമ്മള് ഇവിടെ വന്നു, നമ്മൾ ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഈ ശരീരത്തിൽ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എവിടുന്നാ വന്നത്, എവിടേക്കാണ് നമ്മൾ ഈ ശരീരം കഴിഞ്ഞിട്ട് പോകേണ്ടത്? അതോ ഈ ശരീരത്തോടു കൂടിയാണോ ഞാൻ ജനിക്കുന്നത്, മരണത്തോടു കൂടി ഞാൻ അവസാനിക്കുകയാണ്?
ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങള് നമുക്ക് കുട്ടിക്കാലത്തെ നമ്മുടെ യൗവനകാലത്തിലെ നമുക്കുണ്ട്. കൊച്ചു കുട്ടികൾക്ക് വരെ ചിലപ്പോൾ കാണും. 5, 6, 7, 8 വയസ്സിലുള്ള കുട്ടികൾക്ക് വരെ അത് കാണും. ഞാൻ എന്താണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പക്ഷെ പലപ്പോഴും ഭൗതിക ലോകത്തില് നമുക്ക് ആ ചോദ്യങ്ങൾ വന്നാൽ കൂടി പലരും പറയും അതിനെക്കുറിച്ച് ബോധർ ചെയ്യണ്ട, ഇപ്പൊ നമുക്ക് പഠിക്കാൻ നോക്കൂ, ഇപ്പൊ ജോലിയാണ് പ്രധാനം എന്നുള്ള പല പല നിർദ്ദേശങ്ങൾ നമുക്ക് പലപ്പോഴും കിട്ടും. അതിന് ശരിക്ക് കാരണം അത് അത് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അറിയില്ല. അതുകൊണ്ട് അവര് സൗകര്യപൂർവ്വം ആ ചോദ്യങ്ങൾ, കുട്ടികൾക്കുണ്ടാകുന്ന ആ ചോദ്യങ്ങള് സൗകര്യപൂർവ്വം മറക്കാനായിട്ട് ആവശ്യപ്പെടും. പക്ഷെ അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥ പ്രശ്നം തീരുന്നില്ല. നമ്മൾ ഒരു ജേർണിയിലാണ്. ഞാൻ പറഞ്ഞു, പല പല ശരീരങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജേർണിയിലാണ്. ആ ജേർണി എങ്ങോട്ടാണ് പോകുന്നത്, എവിടുന്നാണ് വന്നത്, ഇതൊക്കെ നമ്മൾ അറിയേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മള് ഇവിടുന്ന് ആഹ്, ഒരു ട്രെയിൻ കയറി പോയി എന്ന് വിചാരിച്ചു. ട്രെയിൻ കാശ്മീർ വരെയുള്ള ട്രെയിനാണ്. പക്ഷെ നമുക്ക് പോകേണ്ടത് ഡൽഹിയിലാണ്. അപ്പൊ ഞാൻ ഡൽഹിയിൽ എപ്പോഴാണ് എത്തുന്നത്, എവിടെ വെച്ചാണ് ഇറങ്ങേണ്ടത്, എത്ര സ്റ്റോപ്പ് കഴിഞ്ഞാണ് ഇറങ്ങേണ്ടത്, ഏതാണ് ഡൽഹിയിൽ എത്തുന്നതിന് മുമ്പുള്ള സ്റ്റോപ്പ്, അതൊക്കെ നമുക്കറിയാം. ഇൻ കേസ് നമ്മൾ വിട്ടുപോയാലോ അടുത്ത സ്റ്റോപ്പ് ഡൽഹി കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ ആഹ്, ആ ഈ ത്രിഗുണങ്ങളുടെ സ്വാധീനതയിൽ എങ്ങോട്ടെങ്കിലും പോയിക്കോളും. അപ്പൊ നമ്മളെല്ലാവരും ഈശ്വരന്റെ ലോകത്തിലുള്ളവരാണ്. ഓരോ ജീവജാലങ്ങളും ഈശ്വരന്റെ ലോകത്തോട് സന്തോഷത്തോടെ കഴിഞ്ഞ ജീവജാലങ്ങളാണ്. നമുക്ക് ഈശ്വരന് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മളെ ഓരോരുത്തരെയും ഈശ്വരൻ വിസ്തരിച്ചിരിക്കുന്നത്. ആ സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും സ്വാതന്ത്ര്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. സ്നേഹം ഒരിക്കലും നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, സ്വാതന്ത്ര്യത്തിൽ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് ഈശ്വരന്റെ ചെറിയ കണമാണ് നമ്മളെല്ലാം ആയതുകൊണ്ട് ഈശ്വരന്റെ എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുമുണ്ട്. അപ്പൊ ഈശ്വരന്റേതായ ആ ചെറിയ സ്വാതന്ത്ര്യം നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ഈശ്വരനെ അവഗണിക്കുകയോ ഈശ്വരനെ സ്വീകരിക്കുകയോ ഈശ്വരനോടൊപ്പം സ്നേഹിച്ച് ജീവിക്കുകയോ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ പോലുള്ള എല്ലാ ജീവജാലങ്ങളും, ഇപ്പൊ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നവരും നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളെല്ലാം ഈശ്വരനിൽ നിന്ന് തിരിച്ച് മാറി ഈ ഭൗതിക ലോകത്തിലേക്ക് വന്ന ജീവജാലങ്ങളാണ്. ഈശ്വരനിൽ നിന്ന് മാറി നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന നമ്മൾക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി ഈശ്വരൻ തന്നെ പരമാത്മ രൂപേണ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വന്നിട്ടുണ്ട്. ഒരിക്കലും ഭഗവാൻ ആഹ് നമ്മളെ ഉപേക്ഷിക്കത്തില്ല. നമ്മളോട് ഭഗവാൻ, നമ്മളിപ്പോ അച്ഛനമ്മയാണെങ്കിലും അവർക്കറിയാം, അത് കുട്ടി അവരുടെ സ്നേഹത്തോടെ അവർ കൂടെ വളർന്നാലും അവർ പുറത്തു പോയാലും, കുട്ടി പുറത്തു പോയാലും എപ്പോഴും ആ കുട്ടിയില് ആ അച്ഛനമ്മമാരുടെ കണ്ണുണ്ടാവും. അതേപോലെ ഭഗവാൻ തന്റെ പ്രതിനിധി അല്ലെങ്കിൽ തന്റെ റിഫ്ലക്ഷനായ പരമാത്മാവിനെയും നമ്മളോടൊപ്പം ഈ ഭൗതിക ലോകത്തിലേക്ക് വിട്ടിട്ടുണ്ട്. എപ്പോഴാണ് ആ ജീവാത്മാവ് ആത്മാർത്ഥമായിട്ട് ഭഗവാനിലേക്ക് നോക്കുന്നത്, ആ സമയം അതിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഭഗവാൻ എപ്പോഴും ജീവജാലങ്ങളുടെ കൂടെ ഉണ്ട്. ഒരിക്കലും അത് ഭഗവാൻ ഒരിക്കലും നമ്മളെ അവഗണിക്കുന്നില്ല, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഭഗവാൻ നോക്കുമ്പം ഈ ഭഗവാന്റെ രണ്ട് ശക്തിയിലാണ്. ഒന്ന് ആത്മീയ ലോകത്തില് ഭഗവാൻ എപ്പോഴും ആത്മീയ ശക്തിയിലാണ്, നമ്മളും ആത്മീയ ശക്തിയുടെ കൂടെയാണ്. പക്ഷെ നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്ത് ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നപ്പം നമ്മൾ ഭഗവാന്റെ ഭൗതിക ശക്തിയിലാണ്. ഭൗതിക ശക്തിയുടെ 3 കാര്യങ്ങളാണ് ത്രിഗുണങ്ങൾ: സത്വം, രജസ്, തമസ്. നമുക്ക് തൃശൂലം കണ്ടിട്ടില്ല, അതിനകത്ത് 3 ഇതാണ്. അതേപോലെ സത്വ, രജസ്, തമസ് ഈ ഭൗതിക ലോകത്തിലുണ്ട്. ഈ 3 ഗുണങ്ങൾ കൊണ്ട് നമ്മൾ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമുദ്രത്തിലെ തിര പോലെയാണ്. ഒരു സത്വഗുണത്തിന്റെ തിര വരും, രജോ ഗുണത്തിന്റെ തിര വരും, തമോ ഗുണത്തിന്. ഇത് നമ്മളെ അതിന്റെ ദിശയിൽ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണത്തില് ഇപ്പം എനിക്ക് ഒരു വ്യക്തിക്ക് സത്വഗുണത്തില് പ്രചോദിതനായ വ്യക്തിയാണെന്ന് വെച്ചു. അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ ബുക്ക് വായിക്കും, കൂടുതൽ പ്രഭാഷണങ്ങൾ കേൾക്കും, കൂടുതൽ കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള താല്പര്യമുണ്ട്.
ഇങ്ങനെ സത്വഗുണ പ്രധാനങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യാനായിട്ട് ഒരു വ്യക്തിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ അയാൾ നടക്കുമ്പോൾ അയാൾക്ക് കാണും മറ്റു ആൾക്കാർ സിഗരറ്റ് വലിക്കുന്നു, മദ്യപിക്കുന്നു, അവര് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു. ചിലരിങ്ങനെ ജീവിതത്തിന് ഒരു അർത്ഥവുമില്ലാതെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. രജോ ഗുണത്തിലുള്ളവർ സഞ്ചരിക്കുന്നു, തമോ ഗുണത്തിലുള്ളവർ ആലസ്യത്തിലും നിദ്രയിലും മദ്യവും മയക്കുമരുന്നിലും അടിമപ്പെട്ടിരിക്കുന്നു. ഞാനാണെങ്കിൽ എല്ലാവരെയും സഹായിക്കുന്നു, ഞാൻ എല്ലാവർക്കും നല്ലത് കൊടുക്കുന്നു, നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ സത്വഗുണത്തിലുള്ള ഒരാൾ ഇതെല്ലാം കണ്ടു വരുമ്പോൾ ക്രമേണ അയാളിൽ ഒരു അഹംഭാവം ജനിക്കും. ഞാൻ മറ്റുള്ളവരെക്കാട്ടിലും ഉന്നതനാണ് എന്നുള്ളൊരു അഹംഭാവം അയാൾക്ക് വരും. നമുക്കറിയാം, ഒരാള് തന്റെ നേട്ടങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ് ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, ഞാൻ ഇത്രയും നല്ലയാളാണ്, ഇങ്ങനെ അയാള് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ അഹംഭാവം ആണ് സത്വഗുണത്തിലെ കയർ. ക്രമേണ നമുക്ക് ആ ഇത് വരും. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ആയിട്ട് കുറച്ച് നാൾ ചെയ്തു വരുമ്പോഴത്തേന് മറ്റുള്ളവരെക്കാട്ടിലും ഉന്നതനാണ് എന്നുള്ള സ്വഭാവം നമുക്ക് വന്നു ചേരാൻ സത്വഗുണത്തിൽ. രജോ ഗുണത്തിലാകട്ടെ, രജോ ഗുണത്തിലാണ് പ്രായണ എല്ലാവരും എന്നാണ് ഇതിനകത്ത് ശീല പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. രജോ ഗുണത്തില് എപ്പോഴും മത്സര ബുദ്ധിയാണ്. ഞാൻ മറ്റൊരാളെക്കാട്ടിലും ജയിച്ചു വരണം, അല്ലെങ്കിൽ മറ്റൊരാള് എന്റെ അത്രയും ആകാൻ പാടില്ല. അസൂയയും മത്സര ബുദ്ധിയാണ് രജോ ഗുണത്തിൽ. പ്രായണ എല്ലാവർക്കും അത് തന്നെയാണ് ഈ ഭൗതിക ലോകത്തിലുള്ളത്. 99% ആൾക്കാരും രജോ ഗുണത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും മറ്റുള്ളവരെ തോൽപ്പിച്ച് എനിക്ക് മുന്നോട്ട് വരണം, മറ്റുള്ളവരെക്കാട്ടിലും ധനം എനിക്ക് വേണം, മറ്റുള്ളവരെക്കാട്ടിലും സുഖസൗകര്യങ്ങൾ എനിക്ക് വേണം, പേരും പ്രശസ്തിയും എനിക്ക് വേണം. ഇതാണ് രജോ ഗുണത്തില് സംഭവിക്കുന്നത്. തമോ ഗുണത്തിലാകട്ടെ ആലസ്യവും നിദ്രയുമാണ് എന്നാണ്. അവിടെ എപ്പോഴും സ്വന്തം കാര്യം മാത്രമേ അവിടെ ചിന്ത വരത്തുള്ളൂ. രജോ ഗുണത്തിൽ മറ്റൊരാളെ കമ്പയർ ചെയ്യുമെങ്കിലും ചെയ്യും. തമോ ഗുണത്തിലാകട്ടെ മറ്റൊരാരെയും കമ്പയർ ചെയ്യണ്ട, മറ്റാരോടും ചിന്തിക്കണ്ട, എന്റെ കാര്യം മാത്രം ഞാൻ നോക്കിയാൽ മതി. അവര് ചിലവര് കൃത്യമായിട്ട് ജോലിക്ക് പോകും, ഭക്ഷണം കഴിക്കും, ഉറങ്ങും, ജോലിക്ക് പോകും, ഭക്ഷണം കഴിക്കും, ഉറങ്ങും, വേറെ ഒന്നും ചിന്തിക്കത്തില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മദ്യത്തിലും മയക്കുമരുന്നിലും എനിക്ക് എങ്ങനെയും എൻജോയ് ചെയ്താൽ മതി, മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ഈ നല്ല കാര്യങ്ങൾ പറയുന്നത് അരോചകമായിട്ട് തോന്നും, തെറ്റായ കാര്യങ്ങൾ വളരെ സന്തോഷമായിട്ട് തോന്നും. അതാണ് തമോ ഗുണത്തിൽ. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കും സത്വഗുണമാണ് ഏറ്റവും ഉന്നതം. പക്ഷെ സത്വഗുണത്തിലും ബന്ധനമുണ്ട്. സത്വഗുണത്തിലും നമ്മൾ അഹംഭാവത്താൽ ബന്ധിതനായി തീരുകയാണ് ചെയ്യുന്നത്. രജോ ഗുണത്തില് നമ്മൾ മത്സര ബുദ്ധി കൊണ്ട് ബന്ധിതനായി തീരുകയാണ് ചെയ്യുന്നത്. ഒരുപാട് അതിയായ ആഗ്രഹങ്ങളും മത്സര ബുദ്ധിയും കൊണ്ട് ബന്ധിതനായി തീരും. തമോ ഗുണത്തില് നിദ്ര, ആലസ്യം, മന്ദത, വ്യാമോഹം, ഒന്നിനെ മറ്റൊന്നായി ചിന്തിച്ചുള്ള വ്യാമോഹത്തിലൊക്കെ അടിമപ്പെട്ടിരിക്കുന്നു. നമ്മളെല്ലാവരും നമ്മളെ ശരിക്കും ആഴത്തിൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാല് ഈ 3 ഗുണം നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ഓരോ പ്രവൃത്തിയിൽ വരെ ഈ 3 ഗുണങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നു. ഇപ്പൊ നമ്മളെല്ലാവരും ഇവിടെ വന്നു, വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കാറിലായിരിക്കും, വണ്ടിയിലായിരിക്കും വരുന്നത്. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് തെറ്റായ രീതിയിൽ പെരുമാറുക, നമ്മൾ ഉടനെ ദേഷ്യപ്പെടുകയും അത് ചെയ്യും. ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പം നമ്മൾ ചിലപ്പോൾ സത്വഗുണത്തിലായിരിക്കും ഇരിക്കുക. ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ തെറ്റായ ഏതെങ്കിലും അസോസിയേഷനിൽ പോവുകയാണെങ്കിൽ അവരുടെ അസോസിയേഷനിലെടുത്ത് നമ്മളും തമോ ഗുണത്തിൽ പോകും. അപ്പൊ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ചിലപ്പോൾ സത്വഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് ഈ ഭൗതിക സമുദ്രം അല്ലെങ്കിൽ ഭൗതിക സാഗരം എന്ന് പറയുന്നത്. സാഗരത്തില് ഒരു തിര വന്ന് മാറി മറ്റൊരു തിര വന്ന് മാറി, ഇതിലിങ്ങനെ ഒരു ജീവാത്മാവ് പൊന്തിക്കിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എവിടെയും ഡയറക്ഷൻ ഇല്ല. നമുക്ക് എന്താണ് അപ്പൊ തോന്നുന്നത് അതിനനുസരിച്ച്, സത്വഗുണമാണ് തോന്നുന്നതെങ്കിൽ അതിനനുസരിച്ച് പോകും. എവിടെയാണ് നമ്മൾ പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു ഉദ്ദേശവുമില്ല. നമ്മളിങ്ങനെ പോയിക്കോളും നമ്മുടെ ജീവിതത്തിൽ. ഇത് ഞാൻ ആരോടും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തെ പുറകോട്ടെടുത്ത് വായിച്ചു നോക്കിയാൽ നമ്മൾ ഈ 3 ഗുണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ നിമിഷവും നമ്മളതിൽ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ജീവാത്മാക്കളെ ബദ്ധാത്മാക്കൾ എന്ന് പറയുന്നത്.
നമ്മൾ ഇതില് കണ്ടീഷൻഡ് ആണ്. ഒന്നുകിൽ സത്വഗുണത്തിൽ കണ്ടീഷൻഡ് ആണ്, രജോ ഗുണത്തിൽ, തമോ ഗുണത്തിൽ, അല്ലെങ്കിൽ മിശ്രം. ഇതിൽ ഇങ്ങനെ പോയി. സത്വഗുണത്തിൽ പൂർണ്ണമായിട്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല, രജോ ഗുണത്തിലും ഇരിക്കാൻ പറ്റില്ല, തമോ ഗുണത്തിലും ഇരിക്കാനായിട്ട് പറ്റില്ല. അത് മാറി മാറി വന്നുകൊണ്ടോ. നമ്മള് ഈ ഭഗവത്ഗീത ക്ലാസ്സുകൾക്കും ഇതൊക്കെ കേൾക്കാനൊക്കെ വരുമ്പോൾ നമുക്ക് അതിന്റെ ഒരു നെസസിറ്റി തോന്നണം. നെസസിറ്റി തോന്നണം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഞാൻ ഇതൊക്കെ കേൾക്കണം, എന്തുകൊണ്ട് മനസ്സിലാക്കണം. കാരണം ഞാനിപ്പോ സ്വതന്ത്രനല്ല എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ സ്വാതന്ത്ര്യത്തിന്റെ ഈ പാത നമുക്ക് തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ അതിനെ ആഴത്തിൽ നമുക്ക് ഗ്രഹിക്കാനോ പറ്റുള്ളൂ. നമ്മൾക്ക് സ്വതന്ത്രനാണ്, ഞാൻ എന്റെ ഇഷ്ടമനുസരിച്ച് എന്തും ചെയ്യും എന്ന് വിചാരിച്ചാല് നമുക്ക് ഈ ഭഗവത്ഗീതയും ആത്മീയ ശാസ്ത്രങ്ങളും ഒന്നും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ജസ്റ്റ് വൺ അമംഗ് ദി അനദർ. നമ്മള് ഒരു സിനിമ കണ്ടു, ഇന്നും ഭഗവത്ഗീത ക്ലാസ് കേട്ടു, നാളെ വേറെ എന്തെങ്കിലും ചെയ്തു, മറ്റും അങ്ങനെ 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 എല്ലാത്തിന്റെയും കൂടെ ഒരു കാര്യമായിട്ട് മാറും. നമ്മൾ സ്വതന്ത്രരല്ല. എന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ എന്റെ ഡെസ്റ്റിനി എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല എന്ന അറിവിലാണ് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. ആ റിയലൈസേഷനിലാണ് തുടങ്ങുന്നത്. അവിടുന്നേ അയാൾക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉപരിപ്ലവമായിട്ട് ആത്മീയ ജീവിതത്തിൽ വരും, പക്ഷെ നമുക്ക് ആ ഒരു റിയലൈസേഷൻ സാക്ഷാത്കാരം ഇല്ലെങ്കിൽ നമുക്കിത് സാധിക്കില്ല. ശീല പ്രഭുപാദനോട് ഒരു വട്ടം ശീല പ്രഭുപാദ AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ അതിൽ ആ ചെയറിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ആഗ്രഹപ്രകാരം ലോകമെമ്പാടും കൃഷ്ണബോധം സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ ഏറ്റവും 70ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ആജ്ഞപ്രകാരം ഈശ്വരാബോധം എല്ലായിടത്തും പ്രചരിപ്പിച്ചത്. അദ്ദേഹം 11 വർഷമേ പിന്നെ ജീവിച്ചിരുന്നുള്ളൂ. 70 വയസ്സിലെത്തിയിട്ട് ആ 11 വർഷം കൊണ്ട് ലോകമെമ്പാടും കൃഷ്ണാബോധ പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും അദ്ദേഹം സ്ഥാപിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഇവിടുത്തെ ഇസ്കോൺ കൃഷ്ണ ബലരാമ ക്ഷേത്രം. അപ്പം അവിടെ നമ്മളെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ വന്നവരിൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അതിന്റെ ആ ക്ഷേത്രത്തിന്റെ അത് ആ ക്ഷേത്രത്തിനെ സഹായിക്കുന്ന ഒരു സത്സംഗമാണ് ഇവിടെ ഇപ്പം നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ശ്രീല പ്രഭുപാദ് ആ ഒരു ക്ലാസ്സിൽ ഇരുന്ന സമയത്ത് ഒരു ഹിപ്പി ഇങ്ങനെ പ്രഭുപാദ് ഇതേ തത്വങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശരീരമല്ല, ആത്മാവാണ്. ആത്മാവ് ഈ ത്രിഗുണങ്ങളുടെ സ്വാധീനതയിൽ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ത്രിഗുണങ്ങളുടെ സ്വാധീനതയിൽ നിന്ന് ആത്മാവിന് തിരിച്ച് ഈശ്വരന്റെ അടുത്തേക്ക് പോകണം. അപ്പം നമ്മളിപ്പോ ബദ്ധരാണ് എന്ന് പറഞ്ഞു. ഉടനെ ആ ഹിപ്പി ഉയർന്നു ചോദിച്ചു, ഞാൻ സ്വതന്ത്രനാണ്. അദ്ദേഹം ആർഗ്യൂ ചെയ്തു, തിരിച്ച് ആത്മീയ ആചാര്യനോട് തിരിച്ച് ആർഗ്യൂ ചെയ്യാണ് അദ്ദേഹം, ഞാൻ സ്വതന്ത്രനാണ്. പിന്നെ ശീല പ്രഭുപാദ് വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിനെ തോൽപ്പിച്ചു, വളരെ ഈസി ആയിട്ട്. എന്നിട്ട് അദ്ദേഹം പ്രഭുപാദ് ആ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു റോഡിൽ നിന്നിട്ട് നിങ്ങൾ ആ റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വലത്തും ഇടത്തും നോക്കുമോ എന്ന് ചോദിച്ചു. ഒന്നേ ആ കുട്ടി പറഞ്ഞു, നോക്കും, എങ്കിൽ നിങ്ങൾ ഇപ്പോഴും ബന്ധിതനാണ് എന്ന് ശീല പ്രഭുപാദ് പറഞ്ഞു. കാരണം മരണം എന്ന ഇതിനെ ഭയന്നത് കൊണ്ടാണ് ആ വ്യക്തി അപ്പുറത്തും ഇപ്പുറത്തും നോക്കുന്നത്. കാരണം നമുക്ക് ആർക്കും മരിക്കാൻ ആഗ്രഹമില്ല. നമുക്ക് എന്നും യൗവനമായിട്ടിരിക്കാനാണ് ആഗ്രഹം. പക്ഷേ മരണം, വാർദ്ധക്യം, രോഗം നമ്മളിൽ ഫോഴ്സ്ഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആഗ്രഹമില്ലെങ്കിലും വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ബദ്ധരാണ്. ബദ്ധരായ നമുക്ക് നമ്മുടെ ശരിയായ ഡയറക്ഷൻ എടുക്കാനായിട്ട് പറ്റുന്നു. അതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ഈ അവസ്ഥ മനസ്സിലാക്കിയാൽ മാത്രമേ ആത്മീയ ജീവിതം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാനും അതിലേക്ക് പോകാനും നമുക്ക് സാധിക്കത്തുള്ളൂ. ആ ഒരു കൺവിക്ഷൻ നമുക്ക് ഉറച്ചു വേണം. ആത്മീയ ജീവിതം അല്ലെങ്കിൽ ഇത് വെറും